നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗ് KM ഷാജഹാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഷാജഹാൻ ഇന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു വാദം ഒരിടത്തും നിലനിൽക്കില്ല. അത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിലും അത് നിലനിന്നിട്ടില്ല. എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നെ വലിയ തോതിൽ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിനെ വരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതൊന്നും തന്നെ നിലനിൽക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 2000 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 2000 വീഡിയോ ചെയ്തിട്ടും എനിക്കെതിരെ ആദ്യമായി വരുന്ന ഒരു കേസാണിത്. ആ 2000 വീഡിയോകളിൽ ഒരു 10-25% ഇവിടുത്തെ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരാണ് ചെയ്തത്. എനിക്കെതിരെ ഒരു കേസും വന്നിട്ടില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത്. അത് തുടരും. എൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അതും UN പൊതുസഭയിലേക്ക്. ഇന്ന് UN പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ UN പൊതുസഭയിൽ വാനോളം പുകഴ്ത്തിയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സംസാരിച്ചത്. സൗത്ത് ഏഷ്യയിലടക്കം ലോകയുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടു. മനുഷ്യരാശിയെ നശിപ്പിക്കാൻ കഴിവുള്ള യുദ്ധങ്ങളെ തടഞ്ഞ ട്രംപിന് നൊബൈൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നും ഷഹബാസ് ഷെറീഫ് പറഞ്ഞു. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഈ സൗത്ത് ഏഷ്യയിലെ യുദ്ധങ്ങളെന്ന് പറയുമ്പോൾ ഇന്ത്യ പാക് യുദ്ധമൊക്കെ ഒരുപക്ഷെ ഉദ്ദേശിച്ചതായിരിക്കും അല്ലേ? അല്ലാതെ മറ്റെന്താണ് സൗത്ത് ഏഷ്യയിലെ യുദ്ധം എന്ന് പറയുന്നത്? ഈ ട്രംപിനെ ഇന്നിങ്ങനെ വിധേയനാവുക എന്നതിനപ്പുറം എന്ത് മാർഗമാണ് ഷഹബാസ് ഷെറീഫിനുള്ളത്? രഞ്ജിത്ത്, ഡൊണാൾഡ് ട്രംപിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും അത് ട്രംപിന് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട്, അതിന് പാകിസ്ഥാൻ ട്രംപിനെ നോമിനേറ്റ് ചെയ്യുന്നു അടക്കമുള്ള വലിയ പുകഴ്ത്തലുകളാണ് UN പൊതുസഭയിൽ നിന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ പ്രധാന യുദ്ധങ്ങൾ, അതിൽ സൗത്ത് ഏഷ്യയിലെ അടക്കം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്നാണ് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സൗത്ത് ഏഷ്യയിലെ യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. അത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഷഹബാസ് ഷെറീഫ് ഇത്തരത്തിൽ UN പൊതുസഭയിൽ ഇങ്ങനെ പറഞ്ഞു, അതായത് ട്രംപ് ഇടപെട്ടിട്ടുണ്ടെന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവരുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് ഇഷാഖ് ദർ അൽ ജസീറയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ, നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അന്നത്തെ സംഘർഷത്തിൽ ഇടപെടാനായിട്ട് മാർക്കോ റൂബിയോ, US വൈസ് പ്രസിഡന്റ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാനോട് ചോദിച്ചെങ്കിലും അന്ന് ഇന്ത്യ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു മൂന്നാമതൊരാൾ ഇടപെടാൻ ഇന്ത്യക്ക് താല്പര്യമില്ല, അത്തരത്തിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ ആവശ്യമില്ല, രണ്ട് രാജ്യങ്ങൾ ഉഭയകക്ഷി ബന്ധമാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത് തീർക്കും എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അന്ന് അമേരിക്കയുടെ ഇടപെടൽ സാധ്യമായിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ അൽ ജസീറയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നത്. എന്നാൽ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് പാക് പ്രധാനമന്ത്രി UN-ൽ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. ഇത് അമേരിക്കയെ പ്രീതിപ്പെടുത്തി അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിയെടുക്കാനുള്ള ഒരു വ്യഗ്രത കൊണ്ട് പറയുന്നതാണെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അത്രയ്ക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഇപ്പോൾ ഉലഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ താരിഫ് ആയാലും H-1B വിസ ആയാലും ഇപ്പോൾ ഫാർമ കമ്പനികൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തിയ നടപടികളായാലും അത്തരത്തിൽ ഇന്ത്യയുമായി അകന്നു കൊണ്ടിരിക്കുന്ന അമേരിക്കയെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ എന്തും ചെയ്യാമെന്നുള്ളൊരു നിലപാടിലേക്ക് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വരും എന്തായാലും ഇന്ത്യയുടെ ഒരു പ്രതികരണം വരും മണിക്കൂറുകളിൽ എന്തായാലും ഉണ്ടാകും. കാരണം ഇന്ത്യയും കൂടെ പേര് പരോക്ഷമായിട്ടാണെങ്കിലും ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഷഹബാസ് ഷെറീഫ് UN-ൽ പറഞ്ഞിരിക്കുന്നത്. അതിനെന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാവും. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ ശബ്ദിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി, എന്നാൽ ആ യുദ്ധങ്ങൾക്ക് ആയുധം നൽകുന്ന ട്രംപിനെ പുകഴ്ത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അതായത് തങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഗാസയെ ആക്രമിക്കാൻ ആയുധങ്ങൾ കൊടുക്കുന്ന ആളെ ഇന്ന് UN പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പുകഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടാൻ എന്തും ചെയ്യും, എന്തും പറയും എന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ള കാരണം തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപിന് പൂർണ്ണമായും വഴങ്ങുന്ന പാകിസ്ഥാനായി മാറിയിരിക്കുന്നു. കാരണം ട്രംപിൻ്റെ അമേരിക്കയുടെ സഹായമില്ലാതെ നിലനിൽപ്പില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് അതൊന്നുകൂടി
അഭിലാഷിനോട് ചേർത്ത് വെക്കണം. തിരിച്ചു വരാം ഇടവേളയ്ക്ക്.